പാകിസ്ഥാൻ ആർമി ചീഫ് ടെഹ്റാനിലെത്തി. അസീം മുനീർ ടെഹ്റാനിലെത്തിയത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചയുടെ ഒരു നിർണായകമായ നീക്കമാണെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വലിയ ഗൗരവമായ ആഴത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഈ കരാർ ഉണ്ടാക്കുന്നതിന് ഇറാന് അമേരിക്കയുമായി ഉണ്ടെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് അസീം മുനീർ അവിടെ എത്തിയത്. കാര്യങ്ങളിൽ ചെറിയ പുരോഗതി ഉണ്ടെന്ന് റൂബിയോ മാർക്കോയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും അതിനെ സംബന്ധിച്ച വിവരങ്ങൾ പുതിയ കാലത്ത് പ്രതീക്ഷാനിർഭരമാണ്. പക്ഷേ പ്രധാനമായും തർക്കം നിലനിൽക്കുന്നത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിന് ടോൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. ആ ടോൾ ഏർപ്പെടുത്തുന്ന വിഷയത്തിൽ ഇപ്പോഴും തർക്കമാണുള്ളതെന്നാണ് അമേരിക്ക പറയുന്നത്. ഏത് ടോള്? ആരുടെയും ഒരു ടോളുമില്ലാതെ വളരെ സ്വതന്ത്രമായി എല്ലാ ചരക്ക് കപ്പലുകളും കടന്നുപോയ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൽ ഇപ്പോൾ ഇറാനും ഒമാനും ആലോചിച്ച് ടോൾ ഏർപ്പെടുത്താൻ പോകുന്നതാണ് വളരെ ഗുരുതരമായ വിഷയമായി പറയുന്നത്. എന്തിനാണ് ഈ യുദ്ധം തുടങ്ങിയത്? എവിടെയാണ് ഈ യുദ്ധം എത്തി നിൽക്കുന്നത്? എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? ഇതെല്ലാം സൂചിപ്പിക്കുന്നതാണ് ഈ പുതിയ അമേരിക്കയുടെ സ്റ്റേറ്റ്മെൻറ്റ്. അസീം മുനീറൊക്കെ ഷെഡിൽ കയറിയിരുന്നതാണ്. ലോകത്തൊരു പ്രസക്തിയും നയതന്ത്ര ബന്ധങ്ങളിലോ ചർച്ചകളിലോ ഇല്ലായിരുന്നു പാകിസ്ഥാന്. എവിടെയും ഒരു മധ്യസ്ഥനായി ആരും ഉൾപ്പെടുത്തിയിരുന്നുമില്ല. പക്ഷേ നമ്മുടെ ആണ് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആളെന്നും എല്ലാവരുടെയും ചങ്ക് ബ്രോ എന്നും എല്ലാവർക്കും വഴികാട്ടുന്ന വിശ്വഗുരുവാണെന്നും ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കളം നിറഞ്ഞ് കളിക്കുന്നത് മുഴുവൻ പാകിസ്ഥാനും അസീം മുനീറും ഒക്കെയാണ്. അസീം മുനീർ എന്ത് ഗമയിലാണ് അവിടെ പോയി ഇറങ്ങുന്നത്? ഇസ്ലാമാബാദ് ടോക്സ് എന്നാണ് പീസ് ടോക്സിന് അറിയപ്പെടുന്നത്. ചർച്ചകൾക്കുള്ള നിർദ്ദേശങ്ങൾ വെക്കുന്നത് അവരാണ്. സമാധാന ഉടമ്പടികളിലേക്ക് എത്തിച്ചേരുന്ന വിവരങ്ങൾ ലോകത്തോട് പങ്കുവെക്കുന്നത് അവരാണ്. ഏതായാലും നമ്മുടെ രാജ്യം ഈ ആഗോളതലത്തിൽ ചേരിചേരാ നയവും ലോകസമാധാനവും അഹിംസയും ഒക്കെ നിലനിർത്തുന്ന ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ഇന്ദിരയുടെയും ഒക്കെ രാജ്യമായിരുന്നത് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു പ്രസക്തിയുമില്ലാത്ത നിലയിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും വേദനാജനകമായ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സമാധാന ചർച്ചയിൽ അസീം മുനീർ നടത്തുന്നത് നിർണായകമായ ചുവടുവെപ്പാണെന്നാണ് അമേരിക്കയുടെ റൂബിയോ മാർക്കോ പറയുന്നത്. അസീം മുനീറിന് അത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള വൈഭവത്തെ അദ്ദേഹം പുകഴ്ത്തുന്നുമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന നയതന്ത്ര ബന്ധങ്ങളിൽ എങ്ങും കേൾക്കാതിരിക്കുന്ന ശബ്ദങ്ങളെ, എങ്ങും കേൾക്കാതിരിക്കുന്ന ആളുകളെ, എങ്ങും കേൾക്കാതിരുന്ന രാജ്യത്തെ ഒക്കെ പ്രസക്തവും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതുമാക്കി മാറ്റുന്ന വളരെ വ്യത്യസ്തമായ ഒരു സ്ഥിതിവിശേഷമാണ് ഈ സംഭവത്തിൽ നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മുടെ ഒരു പ്രസക്തി, ഈ വിഷയങ്ങളിൽ ഇടപെടാനുള്ളത് തീരെ പരിഗണിക്കാതെ പോകുന്നൊരു ലോകക്രമം, അതിൻ്റെ നഷ്ടം, അതിൻ്റെ തലയെടുപ്പ് ഒക്കെ നമ്മുടെ അയൽക്കാരായ ശത്രുക്കൾ നേടുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. നമുക്കിവിടെ കുറച്ചുപേരെ വന്ദേമാതരത്തിലിരുത്തി പാട്ട് പാടിച്ച് ആവേശം കൊണ്ട് അവനെ തോൽപ്പിച്ചെന്ന് പറഞ്ഞ് ഊരിയിടാമെന്നല്ലാതെ മറ്റെങ്ങും എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നതുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ്.